എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഓൾറെഡി ബേസിൽ കുറേ നേരം നിന്ന് കുറേ സമയമെടുത്ത് ഈ സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. ഇന്ദുഗോപൻ ചേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടനായിക്കോട്ടെ എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു അവസരം, ഈ ഒരു സിനിമയിൽ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിഷേട്ടൻ, ഇന്ദുഗോപൻ ചേട്ടൻ, എൻ്റെ എല്ലാ ടീമംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ കുറേ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീമംഗങ്ങളെ കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സജിൻ ഗോപു. സജിന്റെ ക്യാരക്ടറെ കുറിച്ച് പറയാതെ എങ്ങനെയാ? കാരണം സജിനെ നമ്മൾ അതിന് തൊട്ട് മുന്നേ കണ്ട ഒരു ക്യാരക്ടറിന്റെ മാനറിസംസോ ഒന്നുമല്ല അടുത്ത സിനിമയിൽ വരുന്നത്. സോ ഈ ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഈ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? ഇതിനു മുൻപ് ചെയ്തിരുന്ന കഥാപാത്രത്തിന്റെ മാനറിസംസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പൊ ടോട്ടലി ആ കഥാപാത്രത്തെ മറന്നിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട് അല്ലേ? ടോട്ടലി ഡിഫറൻസ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശം റിലീസായിട്ടില്ല, അതിനുശേഷം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ ഹ്യൂമറാണ്, അതിലൊരു സീരിയസ് പരിപാടിയാണ്, അത്രയും ഇതുള്ളൂ. വളരെ സന്തോഷമുണ്ട് വേദിയിൽ നിൽക്കാൻ പറ്റിയത്. ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാവുകയും ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗവും പറ്റി വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് നരിയാനം. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജ്യോതിഷേട്ടന് നന്ദി, ഇന്ദുഗോപൻ ചേട്ടന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ ആനന്ദ് മന്മഥൻ, ലിജോ മോൾ, അവർക്കൊക്കെ നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സജൻ, താങ്ക് യു സോ മച്ച്. ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഇത്ര നേരം ഇവിടെ സംസാരിച്ചത്. പക്ഷേ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല. എന്നാൽ പോലും ഇതുപോലൊരു ചടങ്ങ്, ഇതുപോലൊരു സക്സസ് പാർട്ടി ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വരുന്ന